يسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي وبحمزة القرار عم المصطفى أسد الإله وسيد الشهداء وعلى أمة محمد صلى الله عليه وعلى آله وأصحابه وأزواجه وذرياته وعترته كلهم أجمعين. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മാസം, പരിശുദ്ധമായ ദിവസം, പവിത്രമായ സമയം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ നാം സംഗമിച്ചത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന എല്ലാ അമലുകളും, നാം പറയുന്നതും നാം കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആകൾക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. നമ്മളുടെ ശരീരത്തിന്റെ അകത്തും പുറത്തും നാം അറിഞ്ഞതും അറിയാത്തതുമായ പലതരത്തിലുള്ള രോഗങ്ങളും രോഗാണുക്കളും ഉണ്ടാകാം. ഷാഫിയായ കാഫിയായ നാഫിയായ അല്ലാഹു ഈ പരിശുദ്ധ മാസത്തിന്റെ, ഈ പരിശുദ്ധ ദിവസത്തിന്റെ, ഈ പരിശുദ്ധ സമയത്തിന്റെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ്ഖ ബറക്കത്ത് കൊണ്ടെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ്സും ആഫിയത്തും റാഹത്തും സലാമത്തും അവർക്കും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹജനങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ചെറുതും വലുതുമായ, മാറുന്നതും മാറാത്തതുമായ, മാരകമായതും അല്ലാത്തതുമായ സകലമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, സൂഉൽ ഖാത്തിമയിൽ നിന്ന്, സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്നെല്ലാം നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അല്ലാഹു കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ് ലഭിക്കുന്ന ഉത്തമ ഉമ്മത്തീങ്ങളിൽ നമ്മെയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ബിഹഖിൻ നബിയിൽ വറാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചകളോളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെച്ചതിനെ കുറിച്ച്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ കലാമായ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചതിനെ കുറിച്ച്, സ്വഹാബത്തെ കിറാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വെക്കുന്നതിനെ കുറിച്ച് ആ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വെച്ചത് അബൂ ഉബൈദ അബ്ദുല്ലാഹി ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ പരിശുദ്ധമായ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അവതരിച്ചതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മഹാന്മാരായ മുഫസ്സിരീങ്ങള് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ 5 സ്വഹാബത്തിന്റെ വിഷയത്തിലാണ് പരിശുദ്ധമായ ആയത്ത് അവതരിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലം അത് അബൂ ഉബൈദ അബ്ദുല്ലാഹി ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. ഏതാണ് ആയത്ത്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓതിയതാണ് സൂറത്തുൽ മുജാദലയിലെ 22ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ
നബിയെ, അല്ലാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ അങ്ങേക്ക് എത്തിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെക്കുന്നവരോട് കോംപ്രമൈസ് ചെയ്യുന്നവരായിട്ട് അവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹുവിലും അന്ത്യ റസൂലിലും വിശ്വസിക്കുന്നവർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, അവർ ഒരിക്കലും അള്ളാഹുവിനോടും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ശത്രുത വെക്കുന്ന ആളുകളുമായി യോജിച്ച് മുന്നോട്ട് പോവാൻ കഴിയില്ല. അള്ളാഹുവിനോടും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിര് പ്രവർത്തിക്കുന്നവരുമായി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാൻ അവർക്ക് കഴിയില്ല. വലൗ കാനൂ അള്ളാഹുവിനോടും അവന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിര് ചെയ്യുന്നവർ അവരുടെ മാതാപിതാക്കളാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും അവരുടെ സഹോദരങ്ങളാണെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളാണെങ്കിലും ബാപ്പ അള്ളാന്റെ റസൂലിനോടും അള്ളാഹുവിനോടും എതിരാണോ, ആ വാപ്പയോട് സ്നേഹത്തോടെ മുന്നോട്ട് പോവാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയില്ല നബിയെ. ഉമ്മ അള്ളാഹുവിനോടും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിര് നിൽക്കുന്ന ആളാണോ, ആ ഉമ്മയോട് യോജിച്ച് മുന്നോട്ട് പോവാൻ ഒരു സത്യവിശ്വാസിയായ ആൾക്ക് കഴിയില്ല നബിയെ. അതാരാണെങ്കിലും ശരി, അവരെ മാതാപിതാക്കളാവട്ടെ, അവരെ മക്കളാവട്ടെ, അവരുടെ സഹോദരങ്ങളാവട്ടെ, അവരുടെ കൂട്ടുകുടുംബാദികളാവട്ടെ, അവർ അള്ളാഹുവിനോടും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിര് നിൽക്കുന്നവരാണോ, ശത്രുത വെക്കുന്നവരാണോ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്നവരാണോ, അവരോട് യോജിച്ച് പോവാൻ, അവരോട് രമ്യതയിലെത്താൻ, അവരോട് കോംപ്രമൈസ് ആവാൻ ഒരു യഥാർത്ഥ മുഅ്മിന് കഴിയില്ല നബിയേ. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഏതാണ്? നമ്മുടെ മനസ്സൊന്ന് ബദറിന്റെ രണഭൂമിയിലേക്ക് പോവുക. ബദർ രണഭൂമിയിൽ യുദ്ധത്തിന്റെ ചെറിയ ചെറിയ സംഘട്ടനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ചെറിയ ചെറിയ സംഘട്ടനങ്ങൾ നടക്കുകയാണ്. ജറാഹിന്റെ മകനാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ജറാഹ് ശത്രുപക്ഷത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റം ശത്രുത വെക്കുന്ന ആളാണ് ജറാഹ്. ആ ജറാഹ് മുസ്ലിമീങ്ങൾക്കിടയിൽ, സ്വഹാബത്തിനിടയിൽ അന്വേഷിക്കുകയാണ്, എന്റെ മകൻ അബൂ ഉബൈദ എവിടെ? ഞാൻ എന്റെ മകനോട് യുദ്ധം ചെയ്യട്ടെ, എന്റെ മകനെ എന്റെ വാള് കൊണ്ട് ഞാൻ ശരിപ്പെടുത്തട്ടെ. അബൂ ഉബൈദ എവിടെ? മുസ്ലിമീങ്ങളെ, മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മുഹമ്മദിന് അനുധാവനം ചെയ്തവരെ, അനുഗമിച്ചവരെ, നിങ്ങളെ കൂട്ടത്തിൽ എന്റെ മകൻ അബൂ ഉബൈദ എവിടെ? എന്റെ വാൾ അവനെ തേടുകയാണ്, അവന്റെ രക്തത്തിന് വേണ്ടി എന്റെ വാൾ അന്വേഷിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക്, ഒരു സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. പിതാവിനെ കാണുന്നുണ്ട് അബൂ ഉബൈദ. ജറാഹും കണ്ടു മുഹമ്മദിനോട് ചേർന്ന് നിൽക്കുന്ന മകനെ. ജറാഹ് വളരെ മോശമായ വാക്കുകളെ കൊണ്ട് മകനെ ആക്ഷേപിക്കാൻ തുടങ്ങി. വളരെ വൃത്തികെട്ട വാക്കുകളെ കൊണ്ട്, ഒരു പള്ളി മിഹ്റാബിൽ വെച്ച് പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വാക്കുകളെ കൊണ്ട് പിതാവ് മകനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അബൂ ഉബൈദ മൗനം പാലിച്ചു, പിതാവിനെ എതിർത്തില്ല, പിതാവിന്റെ വെല്ലുവിളി സ്വീകരിച്ചില്ല. ജറാഹ് മകനെ വെല്ലുവിളിക്കുകയാണ്, എടാ അബൂ ഉബൈദ, നിനക്ക് വാൾപ്പയറ്റ് പഠിപ്പിച്ചു തന്നത് ഞാനാണ്, നിനക്ക് ദണ്ഡയുദ്ധം പഠിപ്പിച്ചു തന്നത് ഞാനാണ്, നിനക്ക് മല്ലയുദ്ധം പഠിപ്പിച്ചു തന്നത് ഞാനാണ്, ചാട്ടുളി പ്രയോഗത്തിന്റെ സകല അടവുകളും നിനക്ക്
നിനക്ക് ഞാനാണ് പഠിപ്പിച്ചു തന്നത്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കടാ എന്ന് മകനെ ഇങ്ങനെ ഇളക്കി വിടുകയാണ്. മകനെ ഇങ്ങനെ അരിശം കൊള്ളിവിടുകയാണ് ജറാഹ്. പക്ഷെ അബൂ ഉബൈദ മൗനം പാലിച്ചു. തന്റെ വാക്കുകൾ അബൂ ഉബൈദ കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ ഏതൊരു മകനെയും ശുദ്ധി പിടിപ്പിക്കുന്ന, ഏതൊരു മകനെയും ദേഷ്യം വരുത്തുന്ന ഒരു പ്രയോഗമാണ് ആ വാപ്പ നടത്തുന്നത്. അബൂ ഉബൈദ, നിന്റെ ഉമ്മ ആരെന്നറിയുമോ? അവളൊരു വേശ്യയായ പെണ്ണാണ്. നീ വ്യഭിചാരത്തിൽ ജനിച്ചവനാണ്, നീ വാപ്പയില്ലാത്തവനാണ് എന്ന് മകന്റെ മുഖത്ത് നോക്കി സ്വന്തം മാതാവിന് ദേഷ്യമെന്ന് പിതാവ് മുദ്ര കുത്തിയപ്പോഴും അബൂ ഉബൈദ മൗനം പാലിച്ചു. അബൂ ഉബൈദ മൗനം പാലിച്ചു. അബൂ ഉബൈദ പിതാവിന് നേരെ തിരിഞ്ഞില്ല, പിതാവിന് നേരെ വാളുയർത്തിയില്ല, പിതാവിനെ തിരിച്ചാക്ഷേപിച്ചില്ല, മൗനം പാലിച്ചു. മാതാവിനെ പറഞ്ഞപ്പോഴും മകൻ മൗനമാണെന്ന് തിരിച്ചറിഞ്ഞ ജറാഹിന് മനസ്സിലായി മകൻ ഇറങ്ങി വരാൻ ഒരേ ഒരു വഴിയേയുള്ളൂ, അത് മുഹമ്മദിനെ ആക്ഷേപിക്കലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജറാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ തിരിഞ്ഞു. എന്നിട്ട് വളരെ മോശമായ രൂപത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസഭ്യം പറയാൻ തുടങ്ങി, തെറിവാക്കുകൾ പറയാൻ തുടങ്ങി. അബൂ ഉബൈദ ഒരു വട്ടം മുന്നോട്ട് വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞു. പക്ഷേ ജറാഹ് അവസാനിപ്പിക്കുന്നില്ല. വളരെ മോശമായ, കേട്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള വാക്കുകളെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉബൈദ രണ്ടാമത്തെ വട്ടം മുന്നോട്ട് വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞു. വേണ്ട അബൂ ഉബൈദ, അത് നിന്റെ പിതാവാണ്. ആ പിതാവിന്റെ കരം പിടിച്ചിട്ടാ പിച്ചവെച്ച് നടന്നത്. ആ പിതാവിൽ നിന്നാണ് ആയുധമുറകൾ പഠിച്ചത്. ആ പിതാവിൽ നിന്നാണ് യുദ്ധമുറകൾ മനഃപ്പാഠമാക്കിയത്, അഭ്യസിച്ചത്. അതുകൊണ്ട് വേണ്ട, നീ പിതാവിനെ എതിരിടണ്ട. പക്ഷേ മൂന്നാമത്തെ തവണ ജറാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ ഇനി പിടിച്ചു നിൽക്കാൻ അബൂ ഉബൈദത്തിന് കഴിയുന്നില്ല. ഉറയിൽ നിന്ന് വാളൂരിയെടുത്തിട്ട് പിതാവിന്റെ നേരെ കൊടുങ്കാറ്റ് വേഗതയിൽ പായുകയാണ് അബൂ ഉബൈദ. ബദറിന്റെ രണഭൂമിയത ആശങ്കയുടെ മുൾമുനയിലാണ്. മകനും പിതാവും നേർക്കുനേരിലാണ്. ആരാരെയാണ് പരാജയപ്പെടുത്തുക? ആരാരുടെ കളച്ഛേദമാണ് നടത്തുക? ആരാരെയാണ് ഇല്ലായ്മ ചെയ്യുക? മകനും പിതാവും കണ്ണോട് കണ്ണു കോർത്തു. മകന്റെ കൈപ്പിടിവാളിന്റെ പിടിയിലമർന്നു. പിതാവ് യുദ്ധത്തിനൊരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് ആശങ്കയോട് നോക്കുകയാണ്. ബദറിലല പൊടിപടലങ്ങൾ ഉയരുകയാണ്. ആർക്കും പരസ്പരം കാണാൻ പറ്റാത്ത രൂപത്തില് ആർപ്പുവിളികള്, വെല്ലുവിളികള്, വാളും പരിചയം ഏറ്റുമുട്ടുന്ന ശബ്ദങ്ങള്, മിന്നൽ പിളർപ്പുകള്. ബദറിന്റെ രണഭൂമി ഒരു യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്പസമയമങ്ങ് കഴിഞ്ഞപ്പോ പൊടിപടലങ്ങൾ അടങ്ങുകയാണ്. ആരോ ഒരാളുടെ കളച്ഛേദം നടത്തപ്പെട്ടിട്ടുണ്ട്. ഒരാൾ പിരടി വെട്ടിയിട്ട് താഴെ വീണിട്ടുണ്ട്. ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടാൽ അറപ്പ് തോന്നുന്ന വാക്യത്തിന് ആക്ഷേപിച്ച തന്റെ പിതാവ് ജറാഹിന്റെ പിരടി വെട്ടിയിട്ട് കയ്യിൽ പിടിച്ചിട്ട് പിതാവിന്റെ രക്തം പുരണ്ട വാളുമായിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, അബൂ ഉബൈദത്തിനോട് പൊറുക്കണേ നബിയേ. അങ്ങേ ആക്ഷേപിക്കുന്നത്, അങ്ങേ അസഭ്യം പറയുന്നത്, അങ്ങേ തെറി പറയുന്നത്, അത് കേട്ടു നിൽക്കാൻ ഇനി അബൂ ഉബൈദയുടെ കാതുകൾക്ക് കഴിയില്ല നബിയേ.
അതുകൊണ്ടാ അങ്ങയുടെ എതിർപ്പിനെ വകവെക്കാതെ ഞാൻ എന്റെ പിതാവിന്റെ കളച്ഛേദം നടത്തിയത്. എന്നോട് പൊറുക്കണേ നബിയേ. അബൂ ഉബൈദ സലാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് അങ്ങ് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കുന്നില്ല. അബൂ ഉബൈദയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. അവിടുന്ന് മുഖം തിരിക്കുകയാണ്. അബൂ ഉബൈദയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അല്ലാഹുവേ, എന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസഭ്യം പറയുന്നത് കേൾക്കാൻ എന്റെ കാതുകൾക്ക് കരുത്തില്ലാത്തത് കൊണ്ടാണല്ലോ എന്റെ പിതാവിനോട് എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത്, എന്റെ പിതാവിനില്ലായ്മ ചെയ്യേണ്ടി വന്നത്. അത് ഞാൻ ചെയ്തത് അപരാധമാണ് റബ്ബേ. എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ലല്ലോ, എന്റെ ഹബീബിനോട് എന്റെ സലാം അടക്കുന്നില്ലല്ലോ. ഞാൻ ചെയ്തത് അപരാധമാണ് റബ്ബേ. അബൂ ഉബൈദയുടെ മനസ്സങ്ങ് വേദനിച്ചപ്പോ നസറൽ അമീൻ മലക്കുൽ മുഖറബ് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ചൂടുപിടിക്കുകയാണ്. ഹബീബിന്റെ നെറ്റിത്തടം ഉയർത്തുകയാണ്. ഹബീബിന്റെ മുഖകമലം ചുവക്കുകയാണ്. ഹബീബിന് പ്രത്യേകമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. കണ്ടെന്ന സ്വഹാബത്തിന് മനസ്സിലായി മലക്കുൽ മുഖറബ് ജിബ്രീൽ ഇറങ്ങുകയാണ്. വഹീന്റെ വിളിനാദം വരികയാണ്. അതുകൊണ്ടാ ഹബീബിന്റെ ശരീരം ചൂടുപിടിച്ചത്, അതുകൊണ്ടാ ഹബീബിന്റെ മുഖം ചുവന്നത്, അതുകൊണ്ടാ നെറ്റിത്തടം ഉയർപ്പ് പൊടിഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അബൂ ഉബൈദത്തിന്റെ സലാം അടക്കണം നബിയേ. അബൂ ഉബൈദയുടെ മുഖത്തേക്ക് നോക്കണം നബിയേ. അബൂ ഉബൈദ ചെയ്തത് അപരാധമല്ല നബിയേ. അബൂ ഉബൈദ ചെയ്തത് ഒരു യഥാർത്ഥ സത്യവിശ്വാസി ചെയ്യേണ്ട കർമ്മമാണ്, ദൗത്യമാണ്, ധർമ്മമാണ് ചെയ്തത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തങ്ങ് ഓതി കൊടുക്കുകയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോട് എതിരെ നിൽക്കുന്നവരെ, ആക്ഷേപം പറയുന്നവരെ, അസഭ്യം പറയുന്നവരെ, എതിരിടുന്നവരെ, അവരോട് യോജിച്ചു പോവാൻ, അവരോട് ഭിന്നിപ്പിലെത്താൻ, അവരോട് കോംപ്രമൈസ് ആവാൻ ഒരു സത്യവിശ്വാസിക്കും കഴിയില്ല നബിയേ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. നബിയേ, മകന് പിതാവിനോടുള്ള സ്നേഹത്തെക്കാൾ, മകന് പിതാവിനോടുള്ള ധർമ്മത്തെക്കാൾ, മകന് പിതാവിനോടുള്ള കടമകടപ്പാടുകളെക്കാൾ കതബല്ലോ കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഖൽബിൽ അല്ലാഹു ഈമാനെ നിറച്ചു കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവർക്ക് ഈമാനങ്ങൾ നിറഞ്ഞപ്പോ വഅയ്യദഹു ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. നബിയേ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിന്റെ വിവിധ തരത്തിലുള്ള പറുദീസകളെ കൊണ്ട് അവരെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു നബിയേ. ഖാലിദീന ഫീഹാ. അവർ ആ സ്വർഗ്ഗത്തിൽ എന്നെന്നും വസിക്കുന്നവരാണ്, ശാശ്വതരാണ്. മാത്രമല്ല റളിയല്ലാഹു അൻഹു, അവര് ചെയ്ത പ്രവൃത്തി അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ എതിർത്തപ്പോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസഭ്യം പറഞ്ഞപ്പോ അത് പിതാവാണെന്ന് മുഖം നോക്കാതെ നടപടിയെടുത്തിട്ട് പിതാവിന്റെ നേരെ വാളുയർത്തിയ പ്രവൃത്തിയുണ്ടല്ലോ, അത് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയേ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയേ. എന്നിട്ടും അവിടെ അല്ലാഹു അവസാനിപ്പിക്കുന്നില്ല. വിഭാഗം ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെയും അവന്റെ റസൂൽ
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിഷയത്തില് സ്വന്തം ബന്ധ രക്തബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഈമാൻ ഉള്ളിലൂട്ടി ഉറപ്പിച്ചിട്ട് ഈമാനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി സ്വന്തം ബന്ധങ്ങളെ മറന്നു പോകുന്നവരുണ്ടല്ലോ. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ പാർട്ടിക്കാര്, അവരാണ് അല്ലാഹുവിന്റെ സയ്യിദ് നബിയെ. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. നബിയെ, അല്ലാഹുവിന്റെ സൈന്യമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സ്വന്തം ബന്ധ രക്തബന്ധങ്ങളെ വകവെക്കാതെ മുഖം നോക്കാതെ ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരുണ്ടല്ലോ, അവരാണ് അല്ലാഹുവിന്റെ സൈന്യങ്ങള്. അലാ നബിയെ, അങ്ങ് മനസ്സിലാക്കിക്കോളൂ, അങ്ങ് അറിഞ്ഞോളൂ. അലാ അറിയണേ നബിയെ, ഇന്ന ഹിസ്ബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ സൈന്യം ഹുമുൽ മുഫ്ലിഹൂൻ. അവർ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും അവർ വിജയികളാണ് നബിയെ. അവർ അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിച്ചവരാണ് നബിയെ. അതുകൊണ്ട് അബൂ ഉബൈദയോട് ദേഷ്യപ്പെടല്ലേ, അബൂ ഉബൈദക്ക് നേരെ മുഖം തിരിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അങ്ങ് ഓതി കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നിട്ട് അബൂ ഉബൈദയെ തന്റെ മാറോടങ്ങ് ചേർത്തിട്ട് പറയുകയാണ്, സഹാബാ, ഇതാരെന്നറിയുമോ? ഹാദിഹി അമീനുൽ ഉമ്മ, ഇതെന്റെ സമൂഹത്തിന്റെ, എന്റെ സമുദായത്തിന്റെ സംരക്ഷകരാണ്. എന്റെ അബൂ ഉബൈദയുണ്ടല്ലോ, എന്റെ അബൂ ഉബൈദയുടെ നേരെ മുഖം തിരിക്കേണ്ടവനല്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത സ്ഥാനം, സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബിന് കിട്ടിയിട്ടില്ലാത്ത സ്ഥാനം, അലിയാർ തങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത സ്ഥാനം. സ്വഹാബ, ഹാദിഹി അമീനുൽ ഉമ്മ, ഇതെന്റെ സമുദായത്തിന്റെ സംരക്ഷകനാണ് എന്ന് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ ആദരിച്ചില്ലേ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഈ സാഹചര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അവിടത്തോടുള്ള മഹബ്ബത്താണ് എല്ലാത്തിലും വലുത് എന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ച അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ സ്ഥാനം എത്രയെന്നറിയുമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയുടെ കുത്തേറ്റിട്ട് മരണവെപ്രാളത്തിൽ കിടക്കുകയാണ്. ശത്രുവിന്റെ കുത്തേറ്റിട്ട് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് സ്വഹാബത്തിലെ പ്രമുഖന്മാരായ ആളുകൾ വന്നു. എന്നിട്ട് ചോദിച്ചു സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, യാ അമീറൽ മുഅ്മിനീൻ, അങ്ങ് മരണഘട്ടത്തിലാണ്, അങ്ങേക്ക് ശേഷം ഞങ്ങൾ ഖലീഫയായിട്ട് ആരെയാണ് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ടത്? ഞങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? മൂന്നാം ഖലീഫയായിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ ഞങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ ആ മരണവേദനയിൽ കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, അബൂ ഉബൈദ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് ശേഷം മൂന്നാമത്തെ ഖലീഫ അബൂ ഉബൈദത്തിനെ ഞാൻ പറയുമായിരുന്നു, അബൂ ഉബൈദത്താകുമായിരുന്നു മൂന്നാമത്തെ ഖലീഫ. പക്ഷേ അബൂ ഉബൈദത്ത് ജീവിച്ചിരിപ്പില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കൂടിയിരുന്ന് മുശാവറ നടത്തിയിട്ട് മൂന്നാമത്തെ ഖലീഫയെ നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഥവാ ഉമർ ബിൻ ഖത്താബിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ഖലീഫയായിട്ട് വരേണ്ടിയിരുന്നത് സയ്യിദുനാ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാരണം ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ആധിക്യം എന്നുള്ളതാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ആധിക്യം അത് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. നജിദിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നജിദിൽ ഒരു ഭരണാധികാരി വേണം, ഇസ്ലാമിന്റെ ഒരു ഭരണാധികാരി വേണം, ഒരു അമീർ വേണം, ഒരു ഗവർണർ വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് മക്കയിൽ മദീനയിൽ നിന്ന് പറ്റിയ ഒരാളെ പറഞ്ഞയക്കണമെന്ന് നജിദുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു.
സ്വഹാബത്തിന്റെ പ്രമുഖന്മാരെല്ലാവരും ഇരിക്കുന്ന മദീന ആ സദസ്സില് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ ആഗ്രഹിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം. നജിദിലേക്ക് പോവാൻ, നജിദിൽ ഇസ്ലാമിക, അത് വലിയ ഭരണാധികാരിയായിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഭരണാധികാരിയായാൽ ഒരു ജനതയെ മുഴുവൻ സേവിക്കാൻ കഴിയും. ഒരു നാടിന്റെ ഭരണാധികാരിയായാൽ ഒരു നാടിനെ മുഴുവനും സേവനം ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഭരണം നടത്തി സ്വർഗം നേടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭരണത്തിലൂടെ അധികാരം നേടിയെടുത്തിട്ട് വലിയ സ്ഥാനത്തിരിക്കാനോ പോക്കറ്റിൽ ഉറപ്പിക്കാനോ അല്ല. ഭരണത്തിലൂടെ സ്വർഗം നേടാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ടാ സിദ്ദീഖ് തങ്ങൾ ഇവർ ആഗ്രഹിച്ചു. പടച്ചോനെ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഇങ്ങനെ നോക്കി. ഏറ്റവും പിന്നിലിരിക്കുന്നു അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ കൊണ്ട് ഇങ്ങനെ ഇശാറത്ത് ചെയ്തിട്ട് വിളിച്ചു, യാ അബൂ ഉബൈദ തആൽ ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഇതാ വരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്ദിന്റെ ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുത്തത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയിൽ ഒരു ഭരണാധികാരിയായിട്ട് സ്വഹാബത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തത് അത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം അബൂ ഉബൈദ അമീനുൽ ഉമ്മയാണ്, ഈ സമുദായത്തിന്റെ സംരക്ഷകനാണ്, വിശ്വസ്തനാണ്. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ചവരാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മറ്റൊരു സന്ദർഭം ഈ ആയത്തിറങ്ങുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്തായാലും മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമെന്ന് നമുക്ക് അത് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് മനസ്സിലാക്കുക, മക്കയിലും മദീനയിലും പെണ്ണുങ്ങൾ കൊതിച്ചിരുന്ന ഏറ്റവും സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ. സ്വർണ്ണ നൂല് കൊണ്ട് കുപ്പായം തുന്നിയിട്ട പണക്കാരനായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ. ആ മുസ്അബ് ബിൻ ഉമൈർ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവിടുന്ന് ഷർട്ടിടാനില്ലാതെ പുതച്ചിരുന്ന പുതപ്പിൽ 62 സ്ഥലത്ത് ഹോളുകളിട്ട് തുന്നിച്ചേർത്തിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എങ്ങനെയാണ് മുസ്അബ് ബിൻ ഉമൈറിന് ഈ ഒരു അവസ്ഥ വന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് എല്ലാ രോഗികൾക്കും ശിഫ നൽകി